കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ UDFന്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുള്ളതാണ്. അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് കണ്ണൂർ സർവകലാശാലയ്ക്കകത്തെ അനവധിയായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിലൊന്ന് ഇവിടുത്തെ MMTCയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആളെ സംബന്ധിച്ചാണ്. കണ്ണൂർ സർവകലാശാല പോലെ കാസർഗോഡിനകത്തെയും കണ്ണൂരിനകത്തെയും വയനാടിനകത്തെയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയ സർവകലാശാലയായ കേരളത്തിലെ മികച്ച സർവകലാശാലകളിൽ ഒന്നായ നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലേക്ക് പോണ്ടിച്ചേരിയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്ന ഒരു അധ്യാപകനുണ്ട്. ആ അധ്യാപകന്റെ പേര് പ്രവീൺ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ യോഗ്യത എന്നത് പീഡനത്തിൽ PhD എടുത്ത പ്രവീൺ എന്ന് പറയുന്ന സ്ത്രീകളെ മാനസികമായും ശാരീരികവുമായും പീഡിപ്പിച്ചതിന്റെ ഭാഗമായി അനവധിയായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള പ്രവീണിനെ ഇവിടെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ യോഗ്യത, ഒന്നാമത്തെ യോഗ്യത, അദ്ദേഹം ഒരു കളകറഞ്ഞ RSSകാരനാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രാഥമികമായിട്ടുള്ള യോഗ്യത എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അനവധിയായിട്ടുള്ള സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പോണ്ടിച്ചേരി സർവകലാശാലയിൽ ഉൾപ്പെടെ SFIയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. എന്നാൽ LDFന്റെ ഭരണം മാറിയതിനു ശേഷം, കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനായി മാറിയതിനു ശേഷം ഇത്തരത്തിലുള്ള പീഡന വീരന്മാരെയും RSSകാരെയും നമ്മുടെ സർവകലാശാലകളിലേക്ക് PC എന്ന് പറയുന്ന സാജു എന്ന് പറയുന്ന RSSകാരൻ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ വിഷയം. SFI ആരോപിക്കുന്നു അദ്ദേഹത്തെ ഒരു നിമിഷം പോലും ഈ ക്യാമ്പസിന്റെ അകത്ത് അധികാരത്തിന്റെ കസേരയിൽ ഇരുത്താൻ അനുവദിക്കില്ല എന്ന് SFI ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു ആരോപണം നമുക്കറിയാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിലെ ഷിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാലകളിലെ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളുടെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ വിദ്യാർത്ഥികളോട് ഒരു ദിവസം പറയുകയാണ്, നിങ്ങൾ ഇനി മുതൽ ഇവിടെയല്ല പഠിക്കേണ്ടത്, നിങ്ങളുടെ ക്ലാസുകൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയെന്ന് ഡിപ്പാർട്ട്മെന്റ് ഷിഫ്റ്റിംഗ് സംബന്ധിച്ച് PC പുറപ്പെടുവിക്കുകയാണ്. വിദ്യാർത്ഥികളുമായി ഒരു കൂടിയാലോചനയുമില്ലാതെ, വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളെ ഗൗനിക്കാതെ
വിദ്യാർത്ഥി ക്യാമ്പസുകളിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റുകൾ VC-ക്ക് സൗകര്യപ്രദം ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പുതിയ രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ SFI ശക്തമായിട്ടുള്ള സമരം ആ ഘട്ടത്തിൽ ഉൾപ്പെടെ എടുത്തുകൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഫീസ് വർധനവ്, UG വിദ്യാർത്ഥികൾ അഡ്മിഷന്റെ സമയത്ത് അടയ്ക്കേണ്ട ഫീസുകൾ അനധികൃതമായി നമ്മുടെ യൂണിവേഴ്സിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ കണ്ണൂർ സർവകലാശാലയ്ക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലയാട് LLB-യുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തേണ്ടിരുന്ന ഒരു അഭിമുഖം റദ്ദു ചെയ്തുകൊണ്ട് VC-ക്ക് അനുകൂലമായി നിൽക്കുന്ന RSS-കാരനെ അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് VC എന്ന് പറയുന്ന RSS-കാരൻ തീരുമാനിക്കുകയാണ്. അത്തരത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുടെ ഏറ്റവും വലിയ ഉദാഹരണമായി കണ്ണൂരിനകത്തെ ഈ VC മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ SFI എന്നിവിടെ ഈ സമരം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. SFI സമരം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചില പോലീസുകാരന്മാരെ SFI-ക്കാരെ വിളിച്ചിട്ട് ചോദിക്കുന്നു, മഴയുള്ളത് കൊണ്ട് SFI ഈ സമരം പിൻവലിക്കുമോ? മഴയുള്ളത് കൊണ്ട് ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഈ സമരത്തിന്റെ ഭാഗമായി അണിനിരക്കുമോ എന്നെല്ലാം സംശയിച്ചുകൊണ്ട് പല ഉദ്യോഗസ്ഥന്മാരും രാവിലെ വിളിച്ചിട്ടുണ്ട്. മഴ കാരണം പിറകോട്ട് പോയി സമരം വേണ്ടെന്ന് വെക്കുന്ന സംഘടനയല്ല SFI എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഏത് പേമാരിയിലും കോരിച്ചൊരിയുന്ന മഴയത്തും ഏത് പ്രളയത്തിലായാൽ പോലും SFI ഒരു സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമരം സംഘടിപ്പിക്കും ചെയ്യും. ആ സമരം വിജയിപ്പിച്ചെടുക്കാനുള്ള ശേഷി കണ്ണൂരിനകത്തെയും കാസർഗോഡിനകത്തെയും SFI കൊണ്ട് എന്ന് ഇവിടുത്തെ പോലീസുകാരും VC-യും ധരിച്ചു വെച്ചാൽ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് ഇതിലേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തേക്ക് ഏറ്റവും കൂടുതൽ പോണ്ടിച്ചേരി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ഈ പറഞ്ഞ അധ്യാപകൻ പടിയിറങ്ങുമ്പോൾ ഈ നിലയിലേക്ക് പെൺകുട്ടികളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആരോപണം ഉൾപ്പെടെ എടുത്തുകൊണ്ടുള്ളൊരു അധ്യാപകനെയാണ് ഈ നിലയിലേക്ക് കണ്ണൂർ സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തേക്ക് ഇങ്ങനെ കെട്ടിവച്ചിരിക്കുന്നത്. ഈ നിലയിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഈ നിലയിലേക്കുള്ള നീക്കം കണ്ണൂർ സർവകലാശാലയുടെ VC വലിയ തോതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഫീസ് പോലും ഏറ്റവും കൂടുതൽ അനധികൃതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നിലപാടുകൾ VC-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണ്. ഈ നിലയിലേക്ക് SFI ഒരു സമരം ഏറ്റെടുത്തു. കഴിഞ്ഞ പല മാസങ്ങളിലുമായി SFI വലിയ തോതിലുള്ള സമരങ്ങൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഏറ്റെടുത്തു പോയിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയാണ് SFI. നിങ്ങൾക്ക് ഈ നിലയിലേക്ക് സമരങ്ങൾ എത്ര ദിവസവും തുടർന്നു പോകുവാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയാസവുമില്ല, യാതൊരു മടിയും കൂടാതെ ഞങ്ങൾ എത്ര സമരങ്ങൾ വേണമെങ്കിലും ഈ ആസ്ഥാനത്തേക്ക് ഏറ്റെടുത്തു പോകുവാൻ വേണ്ടിയിട്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തയ്യാറാണ്. ഈ സമരങ്ങളുടെ ഉദ്ഘാടനം ചെയ്യുന്നത് SFI-യുടെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് വിപിൻ രാജ് പായമാണ്. സഖാവിനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SFI ഇത്തരത്തിലൊരു സമരം ഇവിടെ സംഘടിപ്പിക്കേണ്ട സാഹചര്യത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലേക്കും SFI വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സർവകലാശാലകളിലും SFI സമരം ഏറ്റെടുക്കുമ്പോൾ ആ സമരത്തിനകത്തുൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രധാനമായും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകമാനം തകർക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെയും കണ്ടിരുന്നു. കഴിഞ്ഞ കാലങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ 2014 രാജ്യത്ത് RSS-ന് നേരത്തുള്ള ഭരണകൂടം അധികാരത്തിൽ വന്നത് മുതൽ ഇവിടെ പലതരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അന്നു മുതൽ രാജ്യത്തുടനീളം SFI വലിയ രീതിയിലുള്ള സമരത്തിൽ കടക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ രാജ്യം ഭരിക്കുന്ന RSS-ന്റെ നേരത്തുള്ള ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? 2016 മുതൽ 26 വരെ കേരളത്തിനകത്ത് ഇടതുപക്ഷം ഭരിച്ചപ്പോൾ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞു RSS-ന്റെ അജണ്ട മറ്റു സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വന്നാൽ അത് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങൾ എങ്ങനെയാ സാമ്പത്തികമായി ഉൾപ്പെടെ പീഡിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെ ഇവർ മുന്നോട്ട് വരുന്ന സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ ആ പ്രതിസന്ധി ഉണ്ടായപ്പോഴും
ആ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും ഇവിടത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഒറ്റ നയത്തിന്റെ ഭാഗമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ നമ്മൾ ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷം ഇവിടെ അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല. അപ്പോഴാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർ ഭയപ്പെടുത്തി ഇവിടുത്തെ സർവകലാശാലയെ തകർക്കാൻ വേണ്ടി ഈ കൂട്ടുകാർ ശ്രമിക്കുന്ന നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ശ്രമം നടന്നപ്പോൾ അതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത് തെരുവിൽ ഈ ഇത്തരത്തിലുള്ള ഗവർണർക്കെതിരായിട്ടുള്ള ശക്തമായ രീതിയിലുള്ള സമരം സംസ്ഥാനത്തുടനീളം നടക്കുന്ന സ്ഥിതി നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇന്ന് കണ്ണൂർ സർവകലാശാലകളിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും മാർച്ച് നടക്കുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രധാനമായും ഇന്ന് കേരളത്തിലുള്ള കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷത്തിന്റെ നേതൃത്വമുള്ള ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ നിലപാട് എന്താണ്? കേരളത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിൽ നിന്നുള്ളത്. എന്താ മഹാൻ പറഞ്ഞത്? ആ മഹാ സൂചിപ്പിക്കുക, ഞങ്ങൾ ഇനി ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലില്ല. ആരുമായിട്ടാ? ഗവർണറുമായി ഞങ്ങൾ ഇനി ഒരു ഏറ്റുമുട്ടലില്ല. എന്താ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ, ഇവിടുത്തെ SFI മറ്റുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഈ ഗവർണർക്കെതിരായിട്ട് ആക്ഷൻ വിളിച്ചോ അല്ലെങ്കിൽ ഗവർണർക്കെതിരായി മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്ത് തെരുവിലിറങ്ങിയത്? എന്താ നമ്മൾ മുന്നോട്ട് വെച്ച കാര്യം? നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യമല്ല, ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. ഈ ഈ നാടിനകത്തെ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കാൻ വേണ്ടിയാ ഗവർണറുമായി ഏറ്റുമുട്ടിയത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇനി ഗവർണറുമായി ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞ്. ഗവർണർ എന്താണോ പറയുന്നത് RSS പറയുന്നത് ഗവർണർ കേൾക്കുന്നു. ഗവർണർ പറയുന്നത് കേരളത്തിനകത്തെ ഇന്നത്തെ ഭരണകൂടം അതേപടി നടപ്പിലാക്കുന്നതിന് ഉദാഹരണമാണ് ഇന്ന് കണ്ണൂർ സർവകലാശാലയിലും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ടാ ഈ സമരം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരുപാട് മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായി പറയുന്നത് കണ്ണൂർ സർവകലാശാലയെ സംഘപരിവാറിന് അടിയറ വെക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്ത ഇവിടെ ഇന്ന് താൽക്കാലികമായി നിൽക്കുന്ന VC മുന്നോട്ട് പോകാനാണ് കരുതുന്നതെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും കണ്ണൂർ സർവകലാശാലയിൽ ഇങ്ങനെ ഒരു VC വേണ്ട എന്നും ആ VC ഈ ക്യാമ്പസിനകത്ത് ഈ സർവകലാശാലക്കകത്ത് ഒരു ദിവസം പോലും കയറാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് പ്രതിരോധം തീർക്കാൻ ഇവിടത്തെ SFI ഉണ്ടാവുന്നത് എടുത്ത തീരുമാനങ്ങൾ പരിശോധിക്കാം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ എടുക്കുന്ന തീരുമാനം നോക്കുക. പോണ്ടിച്ചേരി സർവകലാശാലകളുടെ ഡെപ്യൂട്ടേഷൻ വഴി ഒരാളെ ഇവിടെ ഒരു മഹാനെ കൊണ്ടുവന്നു. ആരാ? ഒരു പ്രവീൺ പറയുന്ന ഡോക്ടർ പ്രവീൺ. ആരാ മഹാൻ? അയാൾ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി സർവകലാശാലയിൽ അവിടുത്തെ പെൺകുട്ടികളോട് മോശമായി പറഞ്ഞതിന്റെ ഭാഗമായി ആ സർവകലാശാലയിൽ നിൽക്കാൻ വേണ്ടി പറ്റാത്ത മാനസികമായി വിദ്യാർത്ഥികളെ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്ന ആ മഹാന ആ സർവകലാശാലയിൽ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു മഹാനെ പഠിച്ചത് കണ്ണൂർ സർവകലാശാലയിൽ കൊണ്ടുവന്ന് പല മേധാവികളുടെയും ഭാഗമായി കൊണ്ടുപോയി പല സ്ഥാനത്തും ഇന്ന് നിയമിക്കുകയാണ്. നിയമിക്കുന്നത് എവിടെയാ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഭാഗം നിയമിച്ചു. ആ നിയമിക്കുന്ന ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ എന്താ കാണാൻ വേണ്ടി കഴിയുന്നത്? VCയുടെ കേരളത്തിലെ എല്ലാ സർവകലാശാലയുടെയും VCകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഗവർണർ യോഗം വിളിക്കുക. ആ ഗവർണർ യോഗം വിളിക്കുമ്പോൾ കണ്ണൂർ സർവകലാശാല ഇന്ന് വൈസ് ചാൻസലർ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. കൂടെ പോയ ആളാരാ? ഇവിടുത്തെ രജിസ്ട്രാർ ആണോ? ഇവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയോ? ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് നിൽക്കുന്ന അധികാരികൾ ആരും കൊണ്ടുപോയിട്ടില്ല. ഇങ്ങനെ താൽക്കാലികമായി ഇവിടെ നിയമിച്ച ഇയാളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ തലപ്പത്ത് കൊണ്ടുവരുന്നു. ഇന്ന് അയാൾക്ക് കൊടുത്ത മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത്, നിയമനം എന്ന് പറയുന്നത്, കണ്ണൂർ സർവകലാശാലയിലെ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന ഇതിന്റെ മേധാവിയായി ഈ മഹാനെ നിയമിക്കുക. ഏതൊക്കെ നിയമനങ്ങൾ ഇയാൾക്ക് നടത്താൻ വേണ്ടി പറ്റും? ഏതൊക്കെ അധികാര സ്ഥാപനങ്ങൾ ഇയാളെ നിയമിക്കാൻ വേണ്ടി പറ്റും? അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ഈ രീതിയിലൊക്കെ വൈസ് ചാൻസലർ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ വലതുപക്ഷ അധ്യാപക സംഘടനകൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ വലതുപക്ഷ അധ്യാപക സംഘടനകൾ, ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാം അതിനെ പിന്തുണയ്ക്കുന്ന കാര്യമല്ല നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ട് ഇതിൽ ഒത്താശ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വശത്ത് പോവുക. ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി ആവശ്യപ്പെടുന്നത് ഇങ്ങനെ നിയമിക്കപ്പെട്ട ഈ അനധികൃതമായി നിയമിക്കപ്പെട്ട ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്, ഒന്ന് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഷിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കുറെ കാലങ്ങളെ ഇപ്പൊ നിലനിൽക്കുക. എന്താ? ഇവിടുത്തെ വിദ്യാർത്ഥികളെ മാനസികമായി തകർക്കുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികൾ പഠനം നിർത്തിപ്പോകുന്ന സാഹചര്യം പോലെ ഉണ്ടായി.
ഒരു മാനദണ്ഡമില്ലാതെ ഒരു ആലോചന നടത്താതെ ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റി കേന്ദ്രത്തിനകത്തുള്ള കോഴ്സുകൾ മറ്റു പല സ്ഥലങ്ങളിലേക്ക് മാറ്റം വരുത്തിയ നീലേശ്വരത്തു നിന്നുള്ള ക്യാമ്പസിനകത്തുള്ള കോഴ്സുകൾ കൊണ്ടുവന്ന് മാങ്ങാട്ടുപറമ്പിലേക്കും അതുപോലെ തന്നെ തലശ്ശേരിയിലേക്കും കൊണ്ടുപോകുന്ന സ്ഥിതി, അതുപോലെ തന്നെ പാലയാട് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന സ്ഥിതി, വിദ്യാർത്ഥികൾ ഒരു വർഷം അവിടെ പഠിക്കുമ്പോൾ അടുത്ത വർഷം മറ്റൊരു സ്ഥലത്ത് പോയി പഠിക്കേണ്ട സാഹചര്യം, അങ്ങനെ വിദ്യാർത്ഥികളെ തകർക്കുന്ന രീതി, പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികൾ പഠനം നിർത്തി പോകുന്ന രീതിയിലേക്ക് ഈ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയ ഈ മണ്ണിൽ നടപ്പാക്കില്ല. വിദ്യാർത്ഥികളുടെ വന്നാൽ റോഡിലിറങ്ങി നടക്കില്ല, നാട്ടിലിറങ്ങി നടക്കില്ല. ഞങ്ങളുടെ ഭീഷണി താങ്ങാൻ പോലും കണ്ണൂർ വീസി വളർന്നിട്ടില്ല. ഇൻകുലാബ് സിന്ദാബാദ്. SFI സിന്ദാബാദ്. പ്രതിഷേധം.